ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് ടോക്സ് ബൈ രേവതി. അപ്പോൾ ട്രിപ്പിന് പോകണമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും നടന്നില്ല. എന്നാൽ ശരി, തിരിച്ച് ദുബായിക്ക് മടങ്ങി പോകുന്നതിന് മുന്നേ കുറച്ച് ഭക്തിമാർഗ്ഗം ആകാമെന്ന് വിചാരിച്ചു. ഇനി ഭക്തിമാർഗ്ഗത്തിലോട്ട് പോയതിന് ശേഷം എങ്ങനെ വല്ല ട്രിപ്പ് സെറ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ടുള്ള യാത്ര ഞങ്ങൾ ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ് ഗൈസ്. അപ്പോൾ കൂട്ടത്തിലുള്ളതൊക്കെ ബാക്കിലുണ്ട്, ഞാനും ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി സുന്ദരിയായി. എനിക്ക് പയ്യെ പോകട്ടെ. നീ സൗന്ദര്യം ഒരു ശാപമാണോ ഈശ്വര? പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം കൊടുക്കല്ലേ. കുറേ നാളിന് ശേഷം അങ്ങനെ ചുരിദാറൊക്കെ ഇട്ടേക്കുവാണ്. നിമ്മി എനിക്ക് വാങ്ങിച്ചു തന്ന ചുരിദാറാണ്. കുറേ നാളിന് ശേഷം ഇട്ട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നുന്നു, അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ സെറ്റപ്പ് ഒന്നും എനിക്ക് ശരിയാകത്തില്ല. എനിക്ക് പെണ്ണുങ്ങളെ പോലെ നടക്കുന്നതെന്ന് എനിക്കിഷ്ടമല്ല. ശരി, എന്നാൽ നമുക്ക് ഏതോ ഒരു അമ്പലത്തിൽ പോകുന്നു. ഏത് അമ്പലമാടി? ഓക്കെ. ഇവളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രമാണ് തൃക്കോയിക്കൽ ക്ഷേത്രം, മഹാവിഷ്ണു ക്ഷേത്രം. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. സോ ഞങ്ങൾ നടക്കുകയാണ് ഗൈസ്. വരൂ, നിങ്ങളും വരൂ, ഞങ്ങളുടെ കൂടെ വരൂ. ആ അമ്പലം അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. വായു, നമുക്ക് പോവാം. അങ്ങനെ ഗൈസ്, നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു അമ്പലക്കുളമാണ്. അതിന് നല്ല ഭംഗിയുണ്ട്. ഇച്ചിരി കൂടെ ഇറച്ചൊക്കെ ഇട്ടിരുന്നെങ്കിൽ ഇച്ചിരി വൃത്തിയായിട്ട് കിടന്നതിന്. പായലൊക്കെ പിടിച്ച് കിടക്കുവാണ്, പക്ഷെ കൊള്ളാം ആ ഒരു വ്യൂ. ഇതാണ് ക്ഷേത്രം. കൊള്ളാം. രാവിലെ കുറച്ച് ഭക്തിമാർഗ്ഗമാകാം ഗൈസ്. പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരട്ടെ. ഇതിലൊക്കെ കിടന്ന് കുളിച്ച് തണുത്ത് മരവിച്ചിട്ട് ഇവിടെ കയറിയിരുന്ന് വെയിൽ കായുന്ന നീർക്കാക്ക. നിങ്ങൾ ഇത് കാണുന്നുണ്ടോ ഗൈസ്? ാണെന്നാണ് തോന്നുന്നത് ഗൈസ്. ഇത് ഇവിടുത്തെ കൽപ്പടികൾ ഇത് കെട്ടിയൊക്കെ വെച്ചേക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ. ഞാൻ വരാം താഴോട്ടെ. നീ പടി ഇറങ്ങി ഇവിടെ വന്ന് ഇവിടുത്തെ വെള്ളം എടുത്ത് ഇങ്ങനെ തളിച്ചിട്ട് കയറണമെന്നാണ് ഐതിഹ്യം തോന്നുന്നു. മറ്റേ പുണ്യാഹം തളിക്കുന്ന കണക്കിനുള്ള സെറ്റപ്പാണ്. ചൊറ പിടിക്കായിരുന്നാൽ ആദ്യമായിരുന്നു. മൊത്തം പായൽ പിടിച്ചെടുക്കുന്ന വെള്ളമാണ്. ഇതിനകത്ത് നിറയെ മീനുണ്ട് ഗൈസ്. കണ്ടാവും മറ്റേ ഇത് നീന്തി പോകുന്നുണ്ടോ? അയ്യോ, ഇതിനകത്തോട്ട് കാല് കൊണ്ടിട്ട് സ്പാ ചെയ്യാൻ പറ്റുമെങ്കിൽ. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ തെളിച്ചു നമ്മൾ അമ്പലത്തിനകത്തേക്ക് പോവാണ് ഗൈസ്. നമുക്ക് പോവാം. അവിടുത്തെ അമ്പലത്തിലെ അർച്ചനകളാണ് ഇതെല്ലാം. തീരുന്നില്ല. 43 എണ്ണം ഉണ്ട് കേട്ടോ. മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ അർച്ചന വഴിപാടുകളൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കൗണ്ടറിൽ നിൽക്കുകയാണ്. തൃക്കോയിക്കൽ ശ്രീ മഹാവിഷ്ണു മഹാദേവർ ക്ഷേത്രം. ഞാനൊരു അർച്ചന കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഓം നമോ നാരായണായ. അമ്പലത്തിൻ്റെ വെളിയിൽ 1-2 കൊത്തുപണികളല്ല, മറ്റേ ആർട്ട് വർക്ക് ഉള്ളതല്ലേ. നമ്മൾ സിമ്പിളായിട്ടുള്ള സെറ്റപ്പാണ്. സെറ്റപ്പിലൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ബാക്കിയുള്ള എല്ലായിടത്തും പോലെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ഇതൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ അകത്തോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അകത്തെ വീഡിയോഗ്രാഫി ഒന്നും അലോഡല്ലായിരിക്കുമെന്ന് തോന്നുന്നു. തുലാഭാരമൊക്കെ നടത്തുന്ന ഇതാണ് കേട്ടോ.
അപ്പോൾ എനിക്ക് കാണാൻ പറ്റിയൊരു വെറൈറ്റി സാധനം ഇതാണ് കേട്ടോ. ഒരൊറ്റ സ്വിച്ചിൽ തന്നെ മണി അടിക്കും. സ്കൂളിലെ ബെല്ലടിക്കുന്ന പോലത്തെ ഒരു സാധനമുണ്ട്, അതും ഉണ്ട്, ഈ ഡ്രമ്മും അടിക്കും. അടിപൊളി വൈബായിരുന്നു കേട്ടോ. പരിഷ്കാരങ്ങൾ ഓരോരോ. പായസം വാങ്ങിക്കാം. എന്ന പാത്രത്തിൻ്റെ വലിപ്പം കണ്ടിട്ട് പൂജാരി തന്നെ ചോദിച്ചു, ഇതിലും ചെറിയ പാത്രമൊന്നും ഇല്ലായിരുന്നു വീട്ടിലെന്ന്. പിന്നെ അവസാനം അവിടെ ഇരുന്ന് 2 ഒഴിഞ്ഞ നെയ്യുടെ ടിന്നിനകത്ത് പുള്ളിക്കാരൻ പായസം ഒഴിച്ച് തന്നു. കാരണം ഞങ്ങൾ 1-2 അർച്ചനയും എന്തൊക്കെ പൂജയൊക്കെ ഇവിടുത്തെ വലിയ സ്പെഷ്യൽ പൂജകളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പായസം തന്നു വിട്ടിട്ടുണ്ട്. നെയ്യുടെ ടിന്നിനകത്ത് ഫുള്ള് നെയ്യായിരുന്നു. അപ്പോൾ ചൂട് പായസം കൂടെ ഒഴിച്ചിട്ട് അതിങ്ങനെ ഉരുകി ഇറങ്ങി നല്ല അടിപൊളിയായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന റൂമിൽ ചെന്ന് കഴിക്കുമ്പോഴത്തേക്കിന് വീട്ടിൽ പോയിട്ട്. പിന്നെ ഇവിടെ എന്തോ കഞ്ഞി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കഞ്ഞി കുടിക്കാൻ പോവാണ്. കഞ്ഞി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും എന്താണെങ്കിലും ഉണ്ടാകത്തില്ല. പ്രത്യേകിച്ച് മറ്റേ അയ്യപ്പൻ കഞ്ഞി ഉണ്ടല്ലോ, കഞ്ഞിയും നല്ല കുറുകിയ കറിയൊക്കെ. എന്നാൽ എരിശ്ശേരി, ട്രിവാൻഡ്രത്തൊക്കെ അങ്ങനെയാണ് പറയുന്നത്. എരിശ്ശേരി എന്ന് പറയും, അല്ലെ കൂട്ടുകറി എന്ന് പറയും. അപ്പം അതാണോ എന്ന് എനിക്കറിയത്തില്ല. പോയി നോക്കാം നമുക്ക്. ഇന്ന് കേട്ട പാടെ ഏതോ അണ്ടം കയറി ഓടുകയാണ് 2 പേരും കൂടെ. ഇതാണ് ഇവിടുത്തെ തൃക്കോയിക്കൽ മഹാവിഷ്ണു മഹാദേവർ ക്ഷേത്രത്തിൻ്റെ ഊട്ടുപുര. ഇവിടെയാണ് ഇവിടുത്തെ ഉത്സവ സമയത്തൊക്കെ അന്നദാനം നടക്കുന്നതും ഇപ്പോൾ ഇവിടുത്തെ കഞ്ഞിസദ്യ നടക്കുന്നതും ഒക്കെ ഇവിടെയാണ്. സോ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം ഗൈസ്. വരൂ, കമോൺ ഗൈസ്. ഭക്തജന പ്രവാഹമാണ് ഗൈസ് ഇവിടെ നടക്കുന്നത്. ഇത്രയും പേരുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കഞ്ഞി കുടിക്കാൻ. അപ്പോൾ കഞ്ഞി നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ സ്മെല്ല് കേട്ടിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ പോയി കഴിക്കട്ടെ. നല്ല നാടൻ രീതിയിലാണ് കേട്ടോ. പ്ലേറ്റുണ്ട്, പിന്നെ തോരനും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വേറെ ചെറിയ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ രീതിയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ പ്ലാവലയിൽ സ്പൂൺ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെന്ന് പറയണം. ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ ചെയ്ത് കുടിച്ചിട്ടുണ്ട്. വീട്ടിലും ചെയ്തിട്ടുണ്ട്. എനിക്കുള്ള കഞ്ഞി വന്നിട്ടുണ്ട്. പിന്നെ അതിവിടെ മറ്റേ കൊണ്ടാട്ടമുളക് വെച്ചിട്ടുണ്ട്. അപ്പോൾ രസം ഒഴിച്ചു, രസം ഒഴിച്ചു. ഇനി നമുക്ക് തോരനും കൊണ്ടുണ്ട്, കാരണം അതേ പാത്രത്തിലിരിക്കുന്ന കണ്ടയാണേ. കണ്ടിട്ട് കൊതിയാവുന്ന കയ്യും കാലം അടങ്ങിയിരിക്കുന്നില്ല. തോരനും കൂടെ തന്നിരുന്നെങ്കിൽ കുടിച്ചു തുടങ്ങായിരുന്നു. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പയറ് തോരൻ, പപ്പടം ഉണ്ട്. പപ്പടം തരുമോ എന്തോ അറിയത്തില്ല. എനിക്ക് പിന്നെ ഒന്നും വേണ്ടാത്തതുകൊണ്ട് ഞാൻ രണ്ടാമത് കുറച്ച് കഞ്ഞിയും കൂടെ വാങ്ങിച്ചത്. അപ്പോൾ ഈ ചൂട് കഞ്ഞിയിൽ ആ നല്ല പുളിരസമൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് പയറ് തോരനൊക്കെ ഇങ്ങനെ ഇട്ട് അതൊന്ന് ചെറുതായിട്ട് ഇളക്കി ചെറിയ ചൂടോട് കൂടി ഇതിങ്ങനെ കോരി കുടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ. ഞാൻ മോനെ എല്ലാവരും കഞ്ഞി കുടിക്കുന്ന ബിസിയാണ് ഗൈസ്. ഫോട്ടോയ്ക്കൊന്നും പോസ്റ്റ് പോലും ചെയ്യുന്നില്ല, വീഡിയോയ്ക്ക് മുഖം പോലും തരുന്നില്ല അവർ. മെയിൻ സാധനം ഇതാണ്, ക്രിസ്പിയായിട്ടിരിക്കുന്നത്. ഇച്ചിരി കഞ്ഞി കുടിച്ച് ഞാൻ വിയർത്ത് നാശമായി. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. ചൂട് കഞ്ഞിയും രസവും ആ പയറും ഒക്കെ ഇട്ട് കണ്ട ഞാൻ കംപ്ലീറ്റ് ചെയ്തു. രസത്തിനകത്തുണ്ടായിരുന്ന 2 മുളകാണ് കിടക്കുന്നത്. ബാക്കിയൊക്കെ ഞാൻ മൊത്തം കഴിച്ചു. ശകലം വെള്ളമുണ്ട്, അതുകൊണ്ട് കുടിക്കാനേ വയറ്റിനകത്ത് സ്പേസില്ല. കാരണം ഞാൻ 1 ഗ്ലാസ് വെള്ളം ഓൾറെഡി അവിടെ നിന്ന് കുടിച്ചിട്ട് അങ്ങോട്ട് വന്നേ. ഇനി നമുക്ക് ബാക്കി വീട്ടിലോട്ട് പോകാനുള്ള പരിപാടികൾ നോക്കാം. പാത്രമൊക്കെ ഞങ്ങൾ കഴുകി പാത്രം തേച്ച് കൊണ്ട് നയിക്കാൻ പോവാം. ഗൈസ്, ചൂട് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് നട്ടാണം നേരത്തോട് നടന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഒരു എമണ്ടൻ തേരി എന്നൊക്കെ ഇവർ പറയുന്നു. ചെറിയൊരു തേരിയുണ്ട്, അത് കയറണം. അതോ 2 തലയിൽ കൂടെ തുണിയൊക്കെ ഇട്ട് വരുന്നു. കഞ്ഞി കുടിച്ച് നാശമായി പോയി ഗൈസ്. വയറൊക്കെ 4 മാസമായി. അല്ലെങ്കിൽ പിന്നെ അങ്ങ് 6 പാക്കും കൊണ്ട് നടന്ന പോലെ. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിന് ഈ പൂ ഞാൻ കണ്ടായിരുന്നു കേട്ടോ, അരുളിപ്പൂ. നല്ല ഭംഗിയുണ്ട്.
ആ വാടിപ്പോയി കണ്ട 2-3 ഷെയ്ഡ് വരുന്നു യെല്ലോ. അവിടെ നിന്ന് ഇതുവരെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ പൊട്ടും കുറയുള്ള മാഞ്ഞ് അങ്ങനെ വന്നാൽ ഒന്നിന് 2 ഫാനാണ്. ദേണ്ട ഒരു ഫാൻ, ദാണ്ട് ഒരു ഫാൻ, 2 ഫാനൊക്കെ ഇട്ടിരിക്കുക. ചൂട് സഹിക്കാൻ വയ്യ. അയ്യോ അല്ല മച്ചേ, അകത്തും ചൂട് പുറത്തും ചൂട്.